Hi everyone, welcome back to Surya Kitchen. ഞാൻ സൂര്യ രഞ്ജീഷ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും വടയൊക്കെ ഇഷ്ടമാണല്ലോ. ഉഴുന്നുവട, പരിപ്പ് വട, അങ്ങനെ പല പല വടകളുണ്ട്. ഇന്ന് ഞാൻ നമ്മുടെ പരിപ്പ് വടയ്ക്ക് ഒരു ചെറുതായിട്ട് സാമ്യമുള്ള ഒരു ബീട്രൂട്ട് വടയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. ഞാൻ ഈ ബീട്രൂട്ട് വടയ്ക്ക് വേണ്ടി ഇവിടെ ഒരു 1/2 കപ്പ് നമ്മളുടെ കടലപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് സാമ്പാർ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയോളം, ചെറിയ ബീട്രൂട്ടിൻ്റെ പകുതിയോളം ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഓനിയൻ്റെ ഹാഫ് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി, കുറച്ച് കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് അല്പം ജീരകം ആവശ്യമുണ്ട്, അല്പം അരിപ്പൊടി ആവശ്യമുണ്ട്, കായം, ഉപ്പ്, ഈ വട വറക്കാൻ ആവശ്യമായ എണ്ണ. നമുക്ക് നോക്കാം ഇതിന് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന്. ആദ്യം തന്നെ നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പിന് നിന്ന് ഒരു 2 മണിക്കൂർ നമുക്ക് സോക്ക് ചെയ്യണം. ഞാനിപ്പോൾ അത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഓൾറെഡി ഞാനിങ്ങനെ സോക്ക് ചെയ്ത് എൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഇതിങ്ങനെ ഫിൽറ്റർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ ചെയ്യാൻ വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് പെപ്പർ കോൺസ്, നമ്മുടെ കുരുമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ കുരുമുളക് നിർബന്ധമില്ല, ഇട്ടാലും ടേസ്റ്റാണ്. ഞാനത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഈ ജാറിലേക്ക് ഇങ്ങനെ കുറേശ്ശെ കോരിയിട്ട്, ഒട്ടും വെള്ളം ഒഴിക്കരുത്, ഒഴിക്കാതെ നമുക്ക് ഇങ്ങനെ ഇട്ടതിന് ശേഷം മിക്സിയുടെ ജാർ ക്ലോസ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മളുടെ മിക്സിയുടെ പൾസ് എന്ന ഓപ്ഷനുണ്ട്. ഈ പൾസിലേക്ക് ആദ്യം ഒന്ന് കറക്കി കൊടുക്കുന്നു, ഒന്നുകൂടെ കറക്കി കൊടുക്കുന്നു. ഇത്രയും മതിയാവും. ഇത്ര, അതായത് കുറച്ചിങ്ങനെ കിടക്കുകയും വേണം, കുറച്ച് നന്നായിട്ട് അരയുകയും വേണം. ഈ ഒരു പരുവത്തിൽ കിട്ടും. അതിനെ ഞാനിങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റുന്നു. ഈ എടുത്ത് വെച്ചിരിക്കുന്ന മാവ് ഫുള്ളായിട്ട് നമുക്കിതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ സോക്ക് ചെയ്ത പരിപ്പെല്ലാം ഞാനിത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവാള, ഗ്രീൻ ചില്ലി, ഇഞ്ചി, കറിവേപ്പില, പിന്നെ ബീട്രൂട്ട്, ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം അല്പം ജീരകം. നമ്മൾ സാധാരണ പരിപ്പ് വടയ്ക്ക് ജീരകം ഇടാറില്ല, പക്ഷേ ഈ വടയ്ക്ക് അല്പം ജീരകം ആവശ്യമുണ്ട്. അതുകൂടാതെ അല്പം കായം, ആവശ്യത്തിന് ഉപ്പ്. അതുകൂടാതെ ഞാനൊരു അല്പം അരിപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്ന ഫുൾ അരിപ്പൊടി ഇടുന്നില്ല. ആദ്യം നമുക്ക് ഇത്ര അരിപ്പൊടി ഇട്ടൊന്ന് ഇളക്കി നോക്കാം. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം ഇതിനെ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തു. ഞാൻ ഒട്ടും വെള്ളം ആഡ് ചെയ്തിട്ടില്ല. ഒരല്പം 1 ടീസ്പൂൺ അരിപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുത്തത്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുണ്ട്, ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസി ഇരിക്കണം. അടുത്തായിട്ട് ഞാനിതിനെ നമുക്ക് ആദ്യം തന്നെ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുക്കാം. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കൈ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ നല്ല റൗണ്ടിൽ ഇതിനെ ബോളാക്കി എടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇങ്ങനെ നമുക്ക് ഇതിനെ ഉരുട്ടി ബോൾസാക്കി, ഇങ്ങനെ ബോൾസാക്കി വെക്കുമ്പോൾ നമുക്ക് എണ്ണയിൽ വറക്കാൻ വേണ്ടി ആ സമയത്ത് നമുക്ക് വളരെ ഈസിയാണ്. നമുക്കിതുപോലെ ഈ ഡോ ഫുള്ള് നമുക്ക് ഇതുപോലെ ബോൾസാക്കി എടുത്ത് വെക്കാം ആദ്യം തന്നെ. ഇപ്പോൾ ഞാൻ ഡോ എല്ലാം നന്നായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വറുത്തെടുക്കാം. ഞാൻ ഈ വട വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ എണ്ണ ചൂടായോ ഇല്ല, ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് പാകത്തിനായിട്ടുണ്ടെന്നറിയാൻ ഞാൻ ഇതുപോലെ ഇത്തിരി എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ബബിൾസ് ആയിട്ട് ഇങ്ങനെ പൊങ്ങി വരുവാണെങ്കിൽ എണ്ണ ആവശ്യത്തിന് ചൂടായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് അതങ്ങെടുത്ത് മാറ്റാം, അല്ലെങ്കിൽ അതവിടെ കിടന്ന് കരിയും. ഇനി ഞാൻ ഫ്ലെയിം കുറച്ച് വെക്കുകയാണ്. അതിനുശേഷം ഞാൻ ഈ കൈ ഒന്നും കൂടി വെള്ളത്തിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഈ കയ്യിൽ തേക്കുന്നു. അതിനുശേഷം ഈ എടുത്ത് വെച്ചിരിക്കുന്ന ബോൾസിനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കയ്യിലൊന്ന് വെക്കും. അതിനുശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന്, നിങ്ങൾക്ക് കുറച്ചും കൂടെ മുഴുപ്പിൽ വേണേൽ അങ്ങനെ ഉണ്ടാക്കാം, തീരെ കുഞ്ഞായിട്ട് വേണേൽ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ
ചെയ്യാം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഓയിലിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നു. നമ്മളുടെ പരിപ്പുവടയുടെ സെയിം ഫോർമാറ്റ്. ഇപ്പോൾ ഞാൻ എല്ലാ ബോൾസിനെയും ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിതിനെ വറുത്തെടുക്കേണ്ടത്. ആദ്യം ഒരു മിനിറ്റോളം ഇങ്ങനെ കിടക്കട്ടെ. അതിനുശേഷം ആദ്യം തന്നെ മറിക്കാൻ പോകരുത്, ഇത് പൊട്ടിപ്പോകും. 1 മിനിറ്റിന് ശേഷം നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം തിരിച്ചും മറിച്ചിട്ട് നമുക്കിതിനെ വറുത്തെടുക്കാം. ഞാനിപ്പം ഇതിന് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിനെ ഞാനൊന്ന് എല്ലാം മറിച്ചൊന്നിട്ട് കൊടുക്കുകയാണ്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തിരിച്ചും മറിച്ചു വിട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നല്ല കളറൊക്കെ കണ്ട ബീട്രൂട്ടൊക്കെ ആഡ് ചെയ്തപ്പോഴത്തേനും. മഞ്ഞൾപ്പൊടിയൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ഇങ്ങോട്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു തിരിച്ചും മറിച്ചും എല്ലാം ഇതുകൊണ്ട് ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഞാനിങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്കാണ് ഇപ്പോൾ എക്സസ് ആയിട്ട് ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് പിടിച്ചോളും. ഈ വടക്കൊന്നും ഇങ്ങനത്തെ പരിപ്പുവടയ്ക്കൊന്നും അങ്ങനെ എണ്ണ പിടിക്കില്ല കേട്ടോ. അഥവാ നമ്മൾ ഈ കോരി എടുക്കുമ്പോൾ കിട്ടുന്ന എണ്ണ ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചാൽ അതിനകത്തേക്ക് ആയിക്കോളും. അത് പൊട്ടിയൊന്നും പോയിട്ടില്ല, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ബീട്രൂട്ട് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഞങ്ങളുടെ പരിപ്പുവടയൊക്കെ പോലെ തന്നെ ഇരിക്കും. ഉണ്ടോ, ബീട്രൂട്ടൊക്കെ ഇവിടെ നമുക്ക് കാണാൻ ഗ്രേറ്റ് ചെയ്തിട്ടേക്കുന്നത്. നല്ല ടേസ്റ്റും കേട്ടോ ഇതിന്. നല്ല സ്മെല്ലും വരുന്നുണ്ട്. നല്ല കട്ടൻ ചായ. ഇപ്പോൾ പുറത്ത് നല്ല അടിപൊളി മഴയാണ് പെയ്യുന്നത്. ആ സമയത്ത് നല്ല ചൂട് ബീട്രൂട്ട് വടയും അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ ആയാൽ സൂപ്പറായിരിക്കും അല്ലേ? ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. എടുത്തിട്ട് നല്ല ക്രിസ്പി ഇതുണ്ട്. അകത്തൊക്കെ കണ്ട ബീട്രൂട്ടിൻ്റെ കളറൊക്കെ മാറി ഓറഞ്ച് കളറായി വന്നിട്ടുണ്ട്. അതൊന്ന് കഴിച്ച് കാണിക്കും. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. നമ്മൾ സാധാരണ വടപ്പരിപ്പിൻ്റെ മാത്രമല്ല, ഇത് സാമ്പാർ പരിപ്പൊടി ഇട്ടപ്പം അതിൻ്റെ ഒരു ടേസ്റ്റും പിന്നെ ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട് നന്നായിട്ട്. ഇഞ്ചിയുടെ ടേസ്റ്റും എല്ലാം നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ വട നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ.